कालिके शरण्ये त्र्यंबके गौरी नारायणी वादापि गणपतिं भजेऽहं 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 वारणास्यं वरप्रदं श्रीवादापि गणपतिं भजेऽहं वादापि गणपतिं भजेऽहम् ഒരിക്കൽ കൂടി നമ്മുടെ ക്ഷണം സ്വീകരിച്ച പ്രിയത്തിൻ്റെ മുഖ്യാതിഥി ശ്രീ ടി.പി. ശശികുമാർ സാറിന് സ്വാഗതം നേർന്നുകൊണ്ട് വിലായന സമാജം പ്രസിഡന്റ് ശ്രീ ആർ ബാലകൃഷ്ണനെ ഈ വേദിയിലേക്ക് ഞാൻ ക്ഷണിക്കുന്നു. ആദരണീയനായ നമ്മുടെ മുഖ്യാതിഥി ഡോക്ടർ ശശികുമാർ, team game with the winner. The winner Samajam team. अभी ले लेना, बाकी पूरे एक साथ दे देना. ടി.പി. ശശികുമാർ സാറിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന ബഹുമാന്യ ആദരണീയ ഗുരുതുല്യരായ എൻ്റെ സഹോദരന്മാരെ, എന്നെ കേൾക്കാനും ഇന്നത്തെ മന്നം ജയന്തിയുടെ ആഘോഷത്തിന് പങ്കെടുക്കാനും എത്തിയിട്ടുള്ള പ്രിയ കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. അവിചാരിതമായി ഒക്ടോബർ 9 ഡൽഹിയിലുള്ള ഗ്ലോബൽ നായർ സമിതിയുടെ ആഘോഷത്തിൽ പങ്കെടുക്കാൻ
ഇടവന്നത് കൊണ്ട് മാത്രം ഇവിടെ എത്തിച്ചേരാൻ ഭാഗ്യം കിട്ടിയ ഒരാളാണ്. അതല്ലാതെ ഒരു പ്രസിദ്ധ ശാസ്ത്രജ്ഞനായതുകൊണ്ടോ മറ്റു എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ല ഞാനിവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ വിളിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ ഇതിന് കാരണക്കാരനായ നായർജി ദുഃഖിക്കാനും ഖേദിക്കാനും കാരണമാവരുത് എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 55 നിമിഷം എനിക്ക് അറിയാവുന്ന ശാസ്ത്രം പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുകയാണ്. കാരണം പ്രസിഡന്റ് പറഞ്ഞത് ഞാനൊരു ശാസ്ത്രജ്ഞനായതുകൊണ്ട് എന്നെ വിളിച്ചു എന്നാണ്. ഞാൻ ശാസ്ത്രം പറഞ്ഞാൽ ഇവിടെ ഒരാളുണ്ടാവില്ല. കാരണം എനിക്കറിയാവുന്നത് മാത്തമാറ്റിക്സ് ആണ്. എൻ്റെ PhD മാത്തമാറ്റിക്സിലാണ്. ഉറപ്പാണ് മാത്തമാറ്റിക്സിൽ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ ബിലായിലെത്തില്ല എന്നാണ്. പിന്നെ അദ്ദേഹത്തിന് അറിയോന്നറിയില്ല, അത്യാവശ്യം ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ഒരു ചെറിയ എഴുത്തുകാരനും കൂടിയാണ്. പിന്നെ ഞാനൊരു കവിയും കൂടിയാണ്. ഇതുകൊണ്ടൊന്നുമല്ല ഞാനിവിടെ എത്തിയിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലായി. എന്നെ പരിചയപ്പെടുത്തിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ എന്നെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ PhD മാത്തമാറ്റിക്സിലാണ്. 1964 ആണ് എൻ്റെ ജന്മം. ഞാൻ ജനിച്ചത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലെ തളിപ്പറമ്പ് താലൂക്കിലെ നടുവിൽ എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അമ്മയുടെ അച്ഛൻ ഒരു ജന്മിയായിരുന്നു. എൻ്റെ അമ്മയ്ക്ക് തറവാട്ടിൽ 1 ലക്ഷത്തിലധികം ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു ജന്മി കുടുംബത്തിലെ നമ്പിയാർ ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള ഒരാളാണ്. എൻ്റെ അമ്മയുടെ അമ്മ നായനാരോ നമ്പൂതിരിയോ ആവാനാണ് സാധ്യത. കാരണം എൻ്റെ ഇനീഷ്യൽ TP എന്നാണ്, തൗറൂർ പുതിയടത്ത് എന്നാണ്. സാധാരണ നായന്മാരെ പരിചയപ്പെടുമ്പോൾ തറവാട്ട് പറഞ്ഞ് പരിചയപ്പെടുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും പറയുന്നത്. മരുമക്കത്തായം വളരെ കാര്യമായിട്ടുണ്ടായിരുന്ന കാലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അമ്മാവന്റെ പേര് പറഞ്ഞിട്ടാണ്. എൻ്റെ അമ്മാവൻ കേരളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ വക്കീലാണ്. TP കേളു നമ്പ്യാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ അറിയാത്ത ഒരു ജസ്റ്റിസുമാരും ജഡ്ജിമാരും കേരളത്തിലല്ല ഇന്ത്യയിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ വക്കീൽ പണിയുടെ ചെറിയൊരു തോന്നൽ എനിക്കുണ്ട്. ഞാനൊരു അഡ്വക്കേറ്റ് ആണ്. എന്ന് വെച്ചാൽ അഡ്വക്കേറ്റിന് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളാണ്. ഞാനൊരു LLB-കാരനാണ്. നമ്പ്യാർ തറവാടിന്റെ ഗുണം എന്ന് പറയുന്നത് മാനേജ്മെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു MBA പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. അത് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റിലാണ് എൻ്റെ ജോലി. അത്യാവശ്യം ഭാരതീയ ശാസ്ത്രത്തെക്കുറിച്ചും ഭാരതീയ വിജ്ഞാനത്തെക്കുറിച്ചും വേദത്തെക്കുറിച്ചും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ ജ്യോതിഷവും വാസ്തുവും അറിയുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരുടെ പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ അവരെ നയിക്കാൻ വേണ്ടിയിട്ട് സൈക്കോളജി പഠിച്ചിട്ടുള്ള ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ സൈക്യാട്രിസ്റ്റിലെ ഒരാളാണ് ഞാൻ. കുട്ടികളുമായിട്ട് സംവദിക്കുക, കുടുംബങ്ങളുമായിട്ട് സംവദിക്കുക, അവരുടെ പ്രശ്നങ്ങളൊക്കെ പങ്കിടുക, അവർക്കതിനുള്ള ന്യായമായ ഒഴിവുകളും വശങ്ങളും പറഞ്ഞു കൊടുക്കുക, ഇതൊക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടവിനോദം. സംഘടനയിൽ പങ്കെടുക്കുമ്പോൾ ചെറിയ വിഷമങ്ങളും ഉണ്ടാവാറുണ്ട്. കാരണം പല ആചാരങ്ങളെയും മറന്നു പോകുന്ന തരത്തിലാണ്, അല്ലെങ്കിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മറന്നു പോകുന്ന തരത്തിലാണ് നമ്മുടെ ഭാരതത്തിലെ ഇന്നത്തെ യുവത്വത്തിന്റെ എന്ന് വേണ്ട മുതിർന്നവരുടെ ബുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉദാഹരണത്തിന് വിളക്ക് കത്തിക്കുമ്പോ ആരാണോ കത്തിക്കുന്നത് അയാളാണ് എല്ലാ തിരിയും കത്തിക്കേണ്ടത്, വേറൊരാളെ കത്തിക്കരുതെന്നാണ് ന്യായം. ഒരാൾക്ക് വിളക്ക് കത്തിക്കാൻ അധികാരവും 2 പേര് കത്തിക്കരുത്. പക്ഷെ പലപ്പോഴും ഞാൻ മാത്രം ഇത് കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാവർക്കും എന്നോട് വിരോധമാണ്. അതുകൊണ്ട് വിട്ടുകൊടുക്കണം. അറിഞ്ഞുകൊണ്ട് മാപ്പ് തരണേ ഭഗവാനെ ഈ ചെയ്തു പോകുന്ന തെറ്റിന് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് ചെയ്യാറ്. അറിയോ, മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെയ്യാറ്.
അതും പ്രദക്ഷിണത്തിലേക്ക് കത്തിക്കാവുമോ എന്നാണ്. ഇതൊക്കെ പഠിക്കാനും പഠിപ്പിക്കാനും എനിക്കൊരു ഗുരു ഉണ്ടായിരുന്നു. ഗുരുക്കന്മാരെ കണ്ടാൽ, മുതിർന്നവർ ആരെ കണ്ടാലും കാതു തൊട്ട് നമസ്കരിക്കുക എന്നുള്ളൊരു പാരമ്പര്യം ഭാരതീയ പാരമ്പര്യമാണ്. നിയോഗിക്കപ്പെട്ടവരാണ് നമ്മളെല്ലാവരും, അത് മറന്നു പോകരുത് ഒരിക്കലും. ഭാരതത്തിന്റെ ശാസ്ത്രം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ ഓരോരുത്തരും നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതൊരു യോഗമായെടുത്ത്, ഒരു ഭാഗ്യമായെടുത്ത് കൊണ്ടു നടക്കാൻ നമുക്ക് സാധിക്കണം. ഏകവർഗ്യം മഹാവ്യാധി ദ്വിവർത്തിസ്തു മഹദ്ധനം ത്രിവർഗ്യം മോഹമാലസ്യം ചതുർവർഗ്യം ദരിദ്രത പഞ്ചവർത്തിസ്തു ഭദ്രം സ്യാൽ ദ്വിവർഗ്യം സുശോഭനം എന്ന് പഠിപ്പിക്കുമ്പോ എന്താണ് എന്നറിയാം. ഇവിടെ നിന്ന കുട്ടി നല്ല നാമം ചൊല്ലി, മൂകാംബികാദേവിയുടെ നാമം ചൊല്ലി. എത്ര പേര് മൂകാംബികാദേവിയുടെ നാമമാണെന്ന് മനസ്സിൽ ഓർമ്മിച്ചിട്ടുണ്ട്? ഇല്ല. 2 മിനിറ്റ് മരിച്ചുപോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞപ്പോ എന്താ മനസ്സിലാലോചിച്ചതെന്ന് അറിയിക്കാം. ആരെങ്കിലും ഈശ്വരനെ കുറിച്ച് ആലോചിച്ചു? പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഈശ്വരനെ കുറിച്ച് ആലോചിക്കണം. എല്ലാം ചടങ്ങുകളായി, വെറും വാക്കുകളായി, കാര്യങ്ങൾക്ക് അതിന്റെ ഗൗരവം കാണാതെ ചെയ്യാൻ പഠിച്ചവരാണ് നമ്മൾ. ശരിയായിട്ടൊന്ന് കൈകൊട്ടാൻ പോലും കഴിയില്ലാത്ത നായന്മാരാണ് പറയുന്നത്. ഒരു കാലത്ത് നൂരും വീരും ഉണ്ടായിരുന്ന പടനായകന്മാരായിരുന്ന ആൾക്കാർക്ക് ഇന്ന് കൈകൊട്ടാൻ പോലും അറിയില്ല. എനിക്ക് വളരെ സമാധാനം തോന്നും. വിരായുള്ള നായന്മാർക്ക് കൈകൊട്ടാൻ അറിയില്ല. ഞാൻ പറഞ്ഞ നായന്മാര് ഞാൻ കൈ പൊക്കുമ്പോ കൊട്ടണമെന്നോ കൈ താക്കുമ്പോ നിർത്തണമെന്നോ പറഞ്ഞു. ആണോ? അതല്ലേ പറഞ്ഞത്. അപ്പൊ എന്തായി? ഞാൻ പറഞ്ഞത് കേൾക്കണില്ല. ഈ 40 മിനിറ്റൂടെ പറഞ്ഞുള്ള കാര്യമുണ്ടോ? ഒരു കാര്യം പറയണമെന്നല്ല കേട്ടത്. ഇത് കഴിഞ്ഞ സദ്യ ഉണ്ടല്ലോ, അത് ആലോചിച്ചിട്ടില്ല. നായന്മാരുടെ ഏറ്റവും വലിയ ദൃശ്യം ഭക്ഷണം മാത്രം ആ സമയം ആൾക്കാരുണ്ടാവും. ഉറപ്പാണ്. ഇതൊരു 3-4 ആൾക്കാരുണ്ടാവും. കാരണം അതിൽ മാത്രം അതെവിടെയുണ്ടോ? അപ്പൊ ഒന്ന് കൈകൊണ്ട നന്നായിട്ട് ശരിക്കും കൈ നാക്കൊന്നും നിർത്തണം. ശ്രമിച്ചു നോക്കാം. ഇപ്പൊ കൊട്ടിയതിന് 2 നാളുകൾ പോകും. എല്ലാവരും കഴിഞ്ഞാണ്. ശരിക്കും ശ്രമിച്ചു. ഒരു വിഷയം വേണം കൊണ്ടുപോകാം. നമ്മുടെ കൈ എന്ന് പറയുന്നത് ഇത് തലയും, ഇത് 2 കാലുകളും, ഇത് കൈയുമാണ്. നിങ്ങൾ എത്ര ശ്രമിച്ചിട്ട് നന്നായിട്ട് കൈകൊട്ടുന്നോ അത്രയും നിങ്ങൾക്ക് എനർജി ഉണ്ടാവും. കൈകൊട്ടുന്നോ അത്രത്തോളം ശക്തിയാണ്. അപ്പൊ നല്ല വാശിയോടുകൂടി, നല്ല മനസ്സോടുകൂടി നന്നായിട്ട് കൊട്ടുക. ഒരു 40 മാർക്കെങ്കിലും പാസ്സാണെങ്കിലും തരണ്ടേ? കേരളത്തിലെ മഴ കേൾക്കാൻ കുറെ കാലം മഴയുടെ ഒരു ശബ്ദം കേട്ടിട്ടുണ്ടായില്ല. ഒരു വിരലെടുത്തിട്ട് ഒരു കയ്യിലൊന്ന് കൊട്ടാണെങ്കിൽ കണ്ടിന്യൂസ് കൊട്ടും. വളരെ ഫാസ്റ്റായിട്ട് കൊട്ടും. ഫാസ്റ്റ് നല്ല സ്പീഡ്. ഇനി 2 വിരലെടുത്ത് കൊട്ടും. ശരിക്കും നഷ്ടപ്പെട്ടു. വെള്ളം രാത്രി പോലെ വച്ചിട്ടുണ്ടോ? ശരിക്കും കൊട്ടും. ഫാസ്റ്റ് എന്ത് ചെയ്യുമ്പോഴും ആത്മാർത്ഥമായിട്ട് ചെയ്യണം. അത് കൈകൊട്ടുന്നതായാൽ പോലും നമ്മൾ ഒരാൾക്ക് വേണ്ടിയിട്ട് പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ട് കൈകൊട്ടുന്ന സമയത്ത് പൂർണ്ണമായിട്ടും മനസ്സോട് കൂടി കൊട്ടാൻ പറ്റാത്തവരെ ഏത് ജോലി ചെയ്യുന്ന സമയത്തും ആത്മാർത്ഥത ഉണ്ടാവും. ആ ആത്മാർത്ഥത ഉണ്ടായാൽ മാത്രമേ ഈ ലോകത്തിൽ മനുഷ്യന്മാർക്ക് എന്തെങ്കിലുമായി തീരാൻ സാധിക്കൂ. അത് ഏത് കാര്യം ചെയ്യുന്ന സമയത്തും പൂർണ്ണമായ മനസ്സോടുകൂടി ചെയ്യാൻ സാധിക്കും. ഇവിടുത്തെ പ്രസിഡന്റ് നല്ലൊരു കാര്യം പറഞ്ഞു. യങ്ങർ ജനറേഷൻസിലേക്ക് അല്ലെങ്കിൽ യൂത്തിലേക്ക്, ചെറുപ്പക്കാരിലേക്ക് സമാജത്തിന്റെ പ്രവർത്തികൾ എത്തിക്കാൻ സാധിക്കുന്നതാണ്. വ്യക്തിത്വ വികസനത്തിന്റെ ക്ലാസ് എടുക്കാൻ ഏകദേശം 150ഓളം ആൾക്കാരെ കേൾക്കാൻ വന്നിരിക്കുന്നുണ്ട്. എല്ലാവരും 60 വയസ്സിന് മുകളിലുള്ളവരാണ്. റിട്ടയർ ആയിട്ട് ഒരു പണിയില്ലാത്തവർ. വ്യക്തിത്വ വികസന ക്ലാസ്സിൽ ഇരിക്കുന്നവരൊക്കെ എല്ലാം വയസ്സന്മാരാണ്. അവസാനം ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, സാറ് പറഞ്ഞതൊക്കെ വളരെ കാര്യമായിട്ടുള്ള കാര്യമാണ്. ചെറുപ്പക്കാരിലേക്ക് ഇത് എത്തിക്കാൻ ഞങ്ങൾ എന്താ ചെയ്യാം? അപ്പൊ ഞാൻ ചോദിച്ചു അദ്ദേഹത്തോട്, നിങ്ങളുടെ മക്കളൊക്കെ എന്താ ചെയ്യാൻ? അവര് വീട്ടിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്തവർക്ക് പ്രഭാഷണം
നിൽക്കുക എന്നുള്ളൊരു തോന്നൽ അതല്ല വേണ്ടത്. ചെറുപ്പത്തിലെ പഠിക്കാനും പഠിപ്പിക്കാനും ശ്രമിക്കാത്ത ഒരു ജനതയ്ക്ക് അവരുടെ പാരമ്പര്യത്തെക്കുറിച്ച് പറയാൻ യോഗ്യതയില്ല. നായർ സമുദായം എന്ന് പറഞ്ഞാൽ നമ്മുടേതായ ഒരു പാരമ്പര്യം കൊണ്ടു നടത്താൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവരാണ്. ചാക്യാരായാൽ കൂത്തറിയണം, നമ്പ്യാരായാൽ അതിൻ്റെ ഗുണമുള്ള മാനേജ്മെന്റ് അറിയണം, കുറുപ്പന്മാരായാൽ കളറിപ്പയറ്റ് അറിയണം, അല്ലെങ്കിൽ പിള്ളമാരായാൽ കണക്ക് വെക്കാൻ അറിയണം, മേനോന്മാരായാൽ അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും അളക്കാൻ അറിയണം. ഓരോ കാര്യത്തിനും ഓരോ ജന്മത്തിനും പറഞ്ഞിട്ടുള്ള ചെറിയ ജോലികൾ അത് കൊണ്ടു നടക്കാൻ കഴിവുള്ളവരായിട്ട് മാറാൻ സാധിക്കണം. ആ കഴിവ് നമ്മുടെ ഉള്ളിലൊക്കെ ഉണ്ട്. കാരണം ഒരു 7 ജനറേഷൻസോളം നമ്മുടെ കഴിവുകൾ നമ്മളിൽ നിന്നും പോവില്ലാണ്. ആ കഴിവുകൾ നമ്മൾ പുറത്ത് കാണിച്ചോ ഇല്ലയോ എന്നുള്ളതല്ല, പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ ഏതെങ്കിലും ഒരു സാഹചര്യം കിട്ടിയാൽ, അതിനുള്ള ഒരു വഴി ഉണ്ടാക്കിയാൽ, അത് കൊണ്ടുവരണമെങ്കിൽ അത് ഓർമ്മിപ്പിക്കാനുള്ള ഒരു മനസ്സുണ്ടാവും. ഈ കണ്ണാടി വിളിക്കുന്നത് പോലെയാണ് മനസ്സ്. എത്രത്തോളം നമ്മൾ വിളിക്കുന്നോ അത്രത്തോളം നമുക്ക് പ്രതിഫലിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ശങ്കരൻ പറഞ്ഞത്. മനം ദർപ്പണ സമാനം എന്നാണ്. അപ്പൊ ആ തോന്നലുകൾ ഉണ്ടാവും. ഇന്ന് രാവിലെ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് എന്നെ കാറിലേക്ക് കൊണ്ടുവന്നത് ഒരു നസ്രാണിയാണ്, ക്രിസ്ത്യാനിയാണ്. അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, കേരള ചരിത്രം പഠിച്ചിട്ടുണ്ടോ രാജു എന്ന് ചോദിച്ചു. വിൽഫ്രഡ് രാജു എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. വരുന്ന സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, കേരള ചരിത്രം അറിയാമോ? മലയാളിയാണ്. അപ്പൊ അറിയാമോ? എന്നാ കേരള കേരളത്തിലെ ഏത് തുറകളെടുത്താലും, അത് സംഗീതത്തിന്റെ രംഗത്തായാലും, ഓ ചന്തുമേനോന്റെ നോവല് എന്ന് കേട്ടിട്ടുള്ള ചന്തുമേനോൻ, മേനോൻ എന്നുള്ള പേരിലായാലും, ഡിപ്ലോമസിയുടെ കാര്യത്തിലായാലും, അഡ്മിനിസ്ട്രേഷന്റെ കാര്യത്തിലായാലും, മെഡിസിന്റെ കാര്യത്തിലായാലും, ഫിലിം ഫീൽഡിലായാലും എടുത്തു നോക്കിയാൽ, ഏത് തുറകൾ എടുത്തു നോക്കിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതൊക്കെ ഒരൊറ്റൊരു വർഗത്തിന്റെ കീഴിലായിരുന്നു. വർഗം എന്ന് പറയാൻ കാരണം ജാതി എന്ന് പറയരുത്, അത് റേസ് ആണെന്നാണ് പറയുക. ഒരു ഹ്യൂമൻ റേസ് ആണ്, ഒരു സമൂഹത്തിന്റെ കീഴിലായിരുന്നു ആ സമൂഹം നായന്മാരായിരുന്നു. പക്ഷെ ഇന്ന് അതൊക്കെ കൈവിട്ടു പോയി, പറയാതെ വയ്യ, അതൊക്കെ കൈവിട്ടു പോയി. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ആയിട്ടുള്ള ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും അതിൻ്റെയൊക്കെ പിന്നിൽ കാണും ഇന്ന് എണ്ണാവുന്ന ചിലരുണ്ടാവുമായിരിക്കും. അത് നഷ്ടപ്പെടുത്താൻ പ്രധാന ഉത്തരവാദികള് മറ്റാരുമല്ല, നമ്മൾ തന്നെയാണ്. ഓ ചന്തുമേനോൻ നോവൽ എഴുതുന്ന കാലത്ത് സംബന്ധത്തിനെതിരെ നോവൽ എഴുതിയത് 1800-കളിലാണ്. അന്ന് ചെറിയ കുട്ടിയായിരിക്കും നമ്മുടെ മന്ദ പത്മനാഭൻ. 1878 ആ കാലത്ത് ജനിച്ച അദ്ദേഹം ചെറിയ പയ്യനായി. അപ്പം അന്നത്തെ ജനിക്കുന്നതിനോ അതിനു മുമ്പ് തന്നെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്ത് തന്നെയോ നായന്മാരിൽ ഏറ്റവും ദൂഷ്യമായ ഒരു അംശം എന്ന് പറയുന്ന സംബന്ധം എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല കേട്ടോ. എന്തിനാണ് സംബന്ധം എന്ന് ആലോചിക്കാനുള്ളൊരു അവസരവും കൂടി ആണിതൊക്കെ. മന്നത്ത് പറയാറുണ്ട്, 4 കെട്ടാണ് നായന്മാരുടെ ഏറ്റവും വലിയ ശാപം. 4 കെട്ട് എന്ന് പറഞ്ഞാൽ 4 കെട്ട് വീടല്ല കേട്ടോ, 4 കെട്ടുകളാണ്. ആദ്യത്തെ താലികെട്ടാണ്, പിന്നെ കേസ് കെട്ട്, അങ്ങനെ കുറെ കെട്ടുകളാണ് അദ്ദേഹം പറയാറ്. താലി കെട്ടുക എന്ന് പറഞ്ഞാൽ ചെറുപ്പത്തിലെ 7 വയസ്സോ 7 വയസ്സോ 8 വയസ്സോ ആകുമ്പോൾ തന്നെ പെൺകുട്ടികളെ ഏതെങ്കിലും ഒരു ആളെ കൊണ്ട്, ഒരു നായരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. കല്യാണം കഴിപ്പിക്കാനല്ല, വിവാഹം കഴിപ്പിക്കാനാണ്. വിവാഹം കഴിക്കുകയും കല്യാണം കഴിക്കാൻ വ്യത്യാസം കേട്ടോ. ഇപ്പോഴാ കല്യാണം കഴിഞ്ഞു തുടങ്ങിയത്, പണ്ടൊക്കെ വിവാഹം കഴിയാണ്. ആ കെട്ട് നടത്തി കഴിഞ്ഞാൽ പിന്നെ ആ പെണ്ണിനെ ഭർത്താവിനെ കൂടെ കൊണ്ടുപോകാൻ അധികാരമില്ല. ആ വീട്ടിൽ ഉപേക്ഷിച്ചിട്ട് ഭർത്താവ് അങ്ങോട്ട് പോകും. ഭർത്താവ് എന്ന് പറഞ്ഞാലും പയ്യനാവും. മുമ്പൊക്കെ ഭാര്യമാരെ തോളിലേറ്റിട്ട് നടത്തി കൊണ്ടുപോകാനാണ് പതിവെന്നാണ്. അത്രയും ചെറുപ്പത്തിലാണ് കല്യാണം കഴിയുന്നത്. ഇതെന്തിനാണ് വെച്ചിരിക്കുന്നത്? അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഈ പെണ്ണിനെ കാരണവർക്ക്, അമ്മാവന് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ആ സ്ത്രീയുടെ ബ്രദറിന് ഏത് നമ്പൂതിരിയെ കൊണ്ടും ഇടക്കിടക്ക് സെക്സിൽ ഏർപ്പെടുത്താൻ നടത്തും. ഏത് നമ്പൂതിരിക്ക് വന്നിട്ടും കൂടെ കടന്നിട്ട് പോവാം. എന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് ചോദിച്ചാൽ കുറെ പിള്ളേര് ഉണ്ടാക്കണം. എന്തിനാ? എനിക്ക് എത്ര മരുമക്കളുണ്ടോ അത്രയും ശക്തിയാണ് അമ്മാവനുണ്ടാവുക. കാരണം അന്ന് പടത്തലവന്മാരാണ് അമ്മാവന്മാർ. അപ്പൊ എന്റെ വീട്ടിൽ കുറെ പിള്ളേരുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഞാൻ പ്രഗത്ഭനായ കാരണവരായി.
അപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ഉപകരണം മാത്രമായിട്ട് സ്വന്തം സഹോദരിമാരെ കണ്ടിരുന്നവരാണ് നായന്മാര്. നായന്മാര് കൊള്ളാവുന്നവരായിരുന്നു എന്ന് പറയാൻ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കേണ്ടി വരും. ഇതൊക്കെ നായന്മാരിൽ ഉണ്ടായിരുന്ന വളരെ ദൂഷ്യമായ ഒരു വശമായിട്ട് പലരും കാണും. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, നമ്പൂതിരിമാര് കേരളത്തിൽ ഉണ്ടായിരുന്നില്ല. നമ്പൂതിരിമാര് കേരളത്തിലേക്ക് വന്നുപെട്ടവരാണ്. ഏതായാലും ദ്രാവിഡ സംസ്കാരം എന്ന് പറയുന്ന ആര്യന്മാര് നോർത്ത് ഇന്ത്യയിലാണ്, സൗത്ത് ഇന്ത്യയിലൊക്കെ ദ്രാവിഡന്മാരാണ്, രാക്ഷസീയന്മാരാണ്. കേരളക്കാരൊക്കെ രാക്ഷസന്മാരാണ്. വെറുതെ പറയല്ല, കേരളത്തിലെ എല്ലാവരും രാക്ഷസ സ്വഭാവമുള്ളവരാണ്. ഏറ്റവും നല്ല രാജന്മാരുടെ ചരിത്രത്തെ കുറിച്ച് ആദ്യമായിട്ട് പുസ്തകം എഴുതിയിട്ടുള്ള ചില വ്യക്തികൾ, അതിൽ പ്രഗത്ഭൻ എന്ന് വേണമെങ്കിൽ പറയാം. നായർ സമുദായത്തിന്റെ കുലപതി ആരാണെന്ന് ചോദിച്ചാൽ വേണമെങ്കിൽ പറയാവുന്ന ഒരാൾ ചട്ടമ്പിസ്വാമി. NSSന്റെ കുലപതി അല്ല പറയുന്നത് കേട്ടോ, നായർ സർവീസ് സൊസൈറ്റിയുടെ അല്ല പറയുന്നത്, തെറ്റിദ്ധരിക്കരുത്. നായർ സമുദായത്തിന്റെ ആദ്യത്തെ ചരിത്രം പഠിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ചട്ടമ്പിസ്വാമികളാണ്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേരളം ഉണ്ടായിട്ടുള്ളത് പരശുരാമൻ മഴുവറിഞ്ഞിട്ടുണ്ടാക്കിയിട്ടുള്ളതല്ല. അങ്ങനെ ധൈര്യപൂർവ്വം പറഞ്ഞിട്ടുള്ള ആദ്യത്തെ വ്യക്തി ചട്ടമ്പിസ്വാമികളാണ്. അങ്ങനെ ആവാൻ തരമില്ല. കാരണം ചട്ടമ്പിസ്വാമികൾ പറഞ്ഞത് ശരിയാണെന്നുള്ളതിന് വേറൊരു ന്യായം കൂടി പറയാം. ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ കുള്ളനായ വിഷ്ണുവിന്റെ അവതാരം എന്ന് പറയുന്ന ആളാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെയും കുറെ കാലം കഴിഞ്ഞിട്ടാണ് പരശുരാമൻ ഉണ്ടാവുന്നത്. അപ്പൊ പരശുരാമൻ ഉണ്ടാക്കിയ ഒരു രാജ്യം ഭരിക്കാൻ വാമനൻ എങ്ങനെ സാധിക്കും? മഹാബലിക്ക് എങ്ങനെ സാധിക്കും? വാമനൻ എങ്ങനെ വരും മഹാബലിയെ തകർക്കാൻ? അപ്പൊ പരശുരാമൻ ഉണ്ടായി, കേരളം ഉണ്ടായി, പിന്നെ മഹാബലിക്ക് ഭരിക്കാൻ സാധിക്കും. അങ്ങനെ നോക്കുമ്പോ മഹാബലി ഭരിച്ചിരുന്നത് കേരളമല്ല, അത് തമിഴ്നാടാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു കൊണ്ടാടി നടക്കുന്ന കേരളത്തിന്റെ മഹിമ ഇല്ലാണ്ടാവും. അപ്പൊ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ചട്ടമ്പിസ്വാമി എഴുതിയിട്ടുള്ള കഥ കുറച്ചെങ്കിലും, അല്ലെങ്കിൽ നിരൂപണം കുറച്ചെങ്കിലും നന്നായിട്ടുണ്ടെന്ന് പറയാം. അപ്പൊ ഇത് നോക്കുമ്പോൾ ചട്ടമ്പിസ്വാമികൾ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നത് നാഗ എന്ന വർഗത്തിൽ നിന്നാണ് നായരുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആവാം കേരളത്തിൽ എല്ലാ നായർ തറവാടിനോടും അനുബന്ധിച്ച് ഒരു തർപ്പക്കാവുണ്ടായി. പല മാർക്സിസ്റ്റുകാരും ഞാൻ ജാതി ഇല്ലാത്തവരാണെന്ന് പറയും. പക്ഷെ അവര് ക്രിസ്ത്യാനി മുസ്ലിംസ് ഒക്കെ ആണെങ്കിൽ ജാതി ഉണ്ട് കേട്ടോ. അവരൊക്കെ പള്ളിയിലൊക്കെ പോകും കറക്റ്റായിട്ട്. പക്ഷെ ഏതെങ്കിലും ഒരു ഹിന്ദു മാർക്സിസ്റ്റ് ആണോ അവൻ അമ്പലത്തിൽ പോവില്ല. അടുത്ത കാലത്ത് ഒരു ക്ഷേത്രത്തിന്റെ സാംസ്കാരിക സമ്മേളനത്തിന് പ്രഭാഷണത്തിന് മുഖ്യ പ്രഭാഷകനായിട്ട് എനിക്ക് പോകാൻ ഭാഗ്യം കിട്ടി. അത് ഇനോഗ്രേറ്റ് ചെയ്യാൻ അവിടുത്തെ ഒരു മാർക്സിസ്റ്റ് MLA. അദ്ദേഹം 2.5 മണിക്കൂർ ഇനോഗ്രേറ്റ് ചെയ്തു. ഇനോഗ്രേഷൻ സാധാരണ 10 മിനിറ്റും മുഖ്യ പ്രഭാഷകൻ 2 മണിക്കൂറാണ്. ഇത് നേരെ തിരിച്ചാക്കിയതാണ്. അത് കഴിഞ്ഞ് മുഖ്യ പ്രഭാഷകൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇനി 10 മിനിറ്റേ പറയുന്നുള്ളൂ. കാരണം സംസ്കാരം വേണ്ട എന്ന് പറഞ്ഞാൽ അവസാനത്തെ സംസ്കാരം നമുക്ക് അതേ സംസ്കാരം എന്നറിയോ? ചത്തു കഴിഞ്ഞാൽ എല്ലാ ബന്ധുക്കളും എല്ലാ സുഹൃത്തുക്കളും കൂടി സംസ്കരിക്കുക ചെയ്യാം. കാരണം ജീവിക്കുമ്പോൾ സംസ്കാരം ഇല്ലെങ്കിലും അവസാനം അങ്ങോട്ട് പോണ സമയത്ത് സംസ്കാരം വേണം, അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയില്ല. അപ്പൊ ആ സംസ്കാരം വേണ്ട എന്ന് പറയുന്ന, അത്തരം ചടങ്ങുകൾക്ക് വേണ്ട എന്ന് പറയുന്ന ഒരാള് ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ട് കേരളം ഭരിച്ച് മരിച്ച ഒരു വ്യക്തിയുടെ കുടുംബം അവസാനം സംസ്കാരത്തിന് മുൻകൈ എടുത്തു. അപ്പൊ നമ്മുടെ ചടങ്ങുകളൊക്കെ എത്ര വേണ്ടാന്ന് പറഞ്ഞാലും മുമ്പിൽ മരണം എത്തുന്ന സമയത്തുണ്ടല്ലോ നമ്മൾ ഈ സംസ്കാരമൊക്കെ ചെയ്യും. എന്തിനാണെന്ന് ചോദിച്ചത്? അവസാനം ഫയർ ചെയ്യാൻ, അവസാനം കത്തിക്കാൻ. അവസാനം കത്തിക്കാൻ മക്കൾക്കാണ് അധികാരം, അല്ലേ? നമ്മുടെ അച്ഛനങ്ങ് കത്താൻ പോവാണ്, കത്തിച്ചാമ്പലാവാൻ പോവാണ്. അവസാനം കുറച്ച് ഭസ്മം മാത്രം ബാക്കിയുണ്ടാവും. എല്ലാരും കത്തിയ ഭസ്മം മാത്രമേ ബാക്കിയുണ്ടാവും. എത്ര കിലോ തൂങ്ങിയാലും അവസാനം കത്തിച്ചു കഴിഞ്ഞാൽ 40-50 ഗ്രാം ഉണ്ട്. ഏതെങ്കിലും ഇലക്ട്രിക് ക്രിമറ്റോറിയത്തിലൊക്കെ കൊണ്ടുപോയി കത്തിച്ചു കഴിഞ്ഞാൽ അവസാനം ചെറിയ പാക്കറ്റിൽ പിറ്റേഴ്സ് തരുന്ന അച്ഛനെ പിടിച്ചോളൂ, അത്രയും ഉണ്ടാവുള്ളൂ. അച്ഛാ എന്താ ചെയ്തത് ഈ ജന്മത്തിൽ എന്നാ ചോദിക്കാം. കൃതോ സ്മരാമി, ചെയ്ത കാര്യം ഓർത്താട്ടെ. കൃതം സ്മരാമി അല്ല, ആലോചിക്കേ, ഈ ചെയ്ത കാര്യം ഒന്ന് ആലോചിക്കാൻ. ഈ ജന്മത്തിൽ എന്താ ചെയ്തത്? എന്താ നമുക്കൊക്കെ പറയാനുണ്ടാവും? ഞാൻ നിന്നെ പ്രൊഡ്യൂസ് ചെയ്തു, അല്ലെ? ഒരു കുട്ടീനെ ഉണ്ടാക്കിയെന്ന് ആകെ പറയാൻ പറ്റും.
പിന്നെ പറയാൻ പറ്റും 2 വീടുണ്ടാക്കി അല്ലെങ്കിൽ കുറച്ച് സ്വത്തുണ്ടാക്കി. ഏത് മൃഗവും ചെയ്യുന്ന കാര്യമാണ്, ഏത് പക്ഷികളും ചെയ്യുന്ന കാര്യമാണ്, ഏത് ഉറുമ്പും ചെയ്യും. ഉറുമ്പൊക്കെ ഇവിടെയൊക്കെ വെള്ളം വന്നിട്ട് മുങ്ങിപ്പോയാൽ നമ്മളൊക്കെ ചിലപ്പോൾ ചത്തുപോകും. പക്ഷെ ഒരു 6-8 മാസം കഴിഞ്ഞാൽ ഉറുമ്പ് പുറത്തു വരും. എന്താ അറിയോ? അതിന്റെ പൊത്തിനുള്ളിൽ ആവശ്യത്തിനുള്ള ഭക്ഷണം ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. അത്രയും ദീർഘദൃഷ്ടിയോടുകൂടി സമ്പാദിക്കാൻ കഴിവുള്ള മൃഗങ്ങൾ കുറേയുണ്ട്. മനുഷ്യന്മാർക്ക് അത്രയൊന്നും കഴിവില്ല. നമ്മുടെയൊക്കെ ധാരണ കുറേ സമ്പാദിച്ചു കൂട്ടുക എന്നുള്ളതാണ് ജന്മത്തിന്റെ ലക്ഷ്യമെന്നാണ്. അതല്ല. ഭാരതീയ സങ്കല്പപ്രകാരം ഓരോ മനുഷ്യന്റെയും ധർമ്മം അടിവരയിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ? സ്വധർമ്മം, സ്വന്തം ധർമ്മം. എങ്ങനെയാ? എനിക്ക് സന്തോഷമായിട്ട് ജീവിക്കാം, അതാണ് സ്വന്തം ധർമ്മം. അതിലൊരു തെറ്റുമില്ല. എനിക്ക് സന്തോഷമായിട്ടിരിക്കണം, അത് സ്വന്തം ധർമ്മമാണ്. പിന്നെ ട്രാവൻകൂർ കൊച്ചി രാജവംശത്തിന്റെ ഭാഗത്തുള്ള ആൾക്കാർക്ക് കൊണ്ടു നടക്കാൻ അച്ഛൻ എന്നുള്ള പേര് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെയാണ് അവരുടെ തറവാടുകാരൊക്കെ ആ പേരിൽ വന്നത്. അപ്പൊ നമ്മുടെ പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ കാര്യങ്ങൾ കൊണ്ടു നടക്കാൻ കെൽപ്പുള്ള കഴിവുള്ള വ്യക്തികളായിരുന്നു. അതുകൊണ്ടാണ് ആ പാരമ്പര്യം ശരിക്കുള്ളവരാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കാൻ കഴിവുള്ളവരാണ്. അതുകൊണ്ടാണ് മന്നത്തിനൊക്കെ 150ഓളം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഒരു ജന്മത്തിൽ ഉണ്ടാക്കിയത്. ആലോചിച്ച് നോക്കാൻ സാധിക്കുമോ ഒരു ജന്മം കൊണ്ട്? അതുകൊണ്ട് ഉറപ്പായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്, മരിക്കുന്ന സമയത്ത് ചിതക്ക് തീകൊളുത്തുന്ന സമയത്ത് എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊക്കെ എന്താ പറയാൻ പറ്റുക? ആരെങ്കിലും ഓർക്കോ? നമ്മളെ 132 വർഷം കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു ആഘോഷം, ഒരു ബന്ധവുമില്ലാത്ത ഏതോ സ്ഥലം ഇതിലായി. ആലോചിച്ച് നോക്കാം, നാട്ടിൽ നിന്ന് എത്ര ദൂരെയുള്ള സ്ഥലം, നാട്ടിലുള്ള ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ ആഘോഷിക്കോ? ഇല്ല. എന്താ ആഘോഷിക്കാൻ കാരണം? അദ്ദേഹം സ്വന്തം കുടുംബത്തിന് വേണ്ടിയല്ല, ഒരു സമുദായത്തിന് വേണ്ടി, ഒരു സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ്. നമ്മുടെയൊക്കെ മനസ്സിൽ ഓരോ വ്യക്തികളും ജീവിക്കുന്നത് നമുക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോഴല്ല അവരോർക്കുക, ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന സമയത്താണ്. അതുകൊണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി ജീവിക്കാതെ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി, ബാക്കിയുള്ളവർക്ക് വേണ്ടി ജീവിക്കാനുള്ള ഒരു മനസ്സുണ്ടായാൽ നമ്മളെ എന്നും ഓർക്കും. അതല്ലെങ്കിൽ ഉണ്ടല്ലോ, മരിച്ചു കഴിഞ്ഞാൽ അച്ഛന്റെ ഫോട്ടോ ചുമരില് ആദ്യം കയറുന്നെടുത്ത് വെക്കും. ആരാ വെക്കാന്നറിയോ? നമ്മുടെ മക്കൾ വെക്കും. ആ മക്കൾക്ക് പിന്നെ അടുത്ത മക്കൾ ഉണ്ടാകുന്നറിയോ? ഇത് മാറ്റി ആ മക്കളുടെ ഫോട്ടോ വെക്കും. ആകെ 20 വർഷം മാത്രം ഫോട്ടോ തോന്നും. അത് കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ല. അത് കഴിഞ്ഞാൽ വല്ല വേസ്റ്റ് പേപ്പർ ബാസ്ക്കറ്റിൽ പോകും. ആർക്കെങ്കിലും അറിയോ നമുക്ക് നമ്മുടെ അച്ഛന്റെ പേരറിയാം? അത് ഉറപ്പായിട്ട് അറിയണ്ടാവില്ല. ഞാൻ ജനിക്കുന്ന കാലത്താണ്, ഈ 44 വയസ്സായത്, ഞാൻ ജനിക്കുന്ന കാലത്താണ് ബിലായൽ NSS തുടങ്ങുന്നത്. ഒരു ഭാഗ്യം ആലോചിച്ച് നോക്കണം. അപ്പൊ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങുക, അതിനെ കൊണ്ടു നടത്തുക, അതിനെ പോറ്റി വളർത്തുക, അതിന് പ്രായപൂർത്തിയാവുമ്പോൾ കല്യാണം കഴിച്ചു വിടുന്നത് പോലെ പുതിയ പുതിയ കുറെ ആക്ടിവിറ്റീസ് ഉണ്ടാക്കുക, അതിന് മക്കളും മക്കളും മരുമക്കളും ഒക്കെ ഉണ്ടാവുന്നത് പോലെ ഈ NSSന്റെ ആക്ടിവിറ്റി വളർന്ന് പന്തലിച്ച് കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് വളരണം. അതല്ലാതെ വെറും മുത്തശ്ശനായിട്ട് മക്കളില്ലാതെ മൊരടിച്ച് ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് പോകാൻ പാടില്ല. വളരെ വളരെ സന്തോഷമുണ്ട്. പല ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് വെറും അമ്പലങ്ങളല്ല, പല സരസ്വതി ക്ഷേത്രങ്ങളും കാണുമ്പോൾ വിഷമം തോന്നാറുണ്ട്. അടുത്ത കാലത്ത് NSSന്റെ ചെറിയൊരു LP സ്കൂളിൽ ക്ലാസ് എടുക്കാൻ പോയി. കേരളത്തിന്റെ NSSന്റെ പല ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും പഠിപ്പിക്കാൻ പോയിട്ടുള്ള ഒരാളാണ്. NSS കേരളത്തിന്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ടീച്ചേഴ്സ് ട്രെയിനിങ് ആയ അക്കാഡമിക് സ്റ്റാഫ് കോളേജിന്റെ ഡയറക്ടറായിട്ട് 2 കൊല്ലം എനിക്കിരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. സ്പേസ് സയന്റിസ്റ്റ് ആണെങ്കിലും പഠിപ്പിക്കുക എന്നാണ് എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡയറക്ടറായിട്ട് ഇരുന്ന കാലത്ത് ഒറ്റപ്പാലം NSS ട്രെയിനിങ് കോളേജിലെ കുറേ ആക്ടിവിറ്റീസ് എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അവസാന ക്ലാസ് കേരളത്തില് ആ ഡയറക്ടർഷിപ്പ് നിന്ന് പോയിട്ട് കേരളത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ പുറത്താക്കിയതാണ്. എനിക്ക് തോന്നുന്നില്ല കേരളത്തിന്റെ NSSന്റെ ഒരൊറ്റൊരു കോളേജിലും മന്നത്തിനുണ്ടായതിനു ശേഷം ഒരു എക്സ്ട്രാ ബിൽഡിംഗ് പണിയാൻ പോലും കഴിയാത്തവരാണ് ഇന്നത്തെ NSSന്റെ അവിടുത്തെ നേതാക്കന്മാരെന്ന് പറയുമ്പോൾ ഭയങ്കര വിഷമമുണ്ടല്ലോ. 150 ഇൻസ്റ്റിറ്റ്യൂഷൻസ്, എസ്റ്റേറ്റുകൾ എത്രയാണെന്നറിയോ? 1950കളിൽ മേടിച്ചിട്ടുള്ള 1000-ഉം 2000-ഉം ഏക്കർ സ്ഥലങ്ങള് ഇന്ന് നഷ്ടത്തിലാവുന്നു. ഒരു പുതിയ സ്ഥലം, 1 ഏക്കർ സ്ഥലമെങ്കിലും മേടിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. എത്ര പ്രവർത്തകർ കഴിവുള്ളവരുണ്ടെന്നറിയോ കേരളത്തിന് പുറത്ത്? കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കാത്തവരില്ല.
ഏത് ഭരണത്തിന്റെ തലപ്പത്തിരിക്കുന്നവർ നോക്കിയാലും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യാൻ തയ്യാറായിട്ടുള്ളവരെ കുറെ പേരെ കാണും. എന്നെ പ്രഭാഷണങ്ങൾ കുറിക്കാറുണ്ട്. കാരണം സ്പിരിച്വൽ ആയിട്ടുള്ള ആത്മീയമായിട്ടുള്ള പിന്നെ നാരായണ ഗുരുവിന്റെ പ്രവർത്തനങ്ങൾ നല്ലപോലെ പഠിക്കാൻ താല്പര്യമുള്ള ഒരാളാണ്. അപ്പൊ അത് പറയുമ്പോൾ തമാശ പറയാറുണ്ടാവും. നാരായണ ഗുരു പറഞ്ഞ എല്ലാവരും തീയന്മാരാണ് ഈ ലോകത്ത്, എല്ലാവരും തീയന്മാരാണ്, അതാണ് ഒരേ ജാതി എന്ന് പറഞ്ഞു. തമാശയാട്ടോ, തെറ്റായിട്ട് തിരിക്കരുത്. എല്ലാവരും തീയന്മാരാണ്. മനസ്സിലായിട്ടില്ല? ഭാരതത്തിലുള്ള ആരും തീയന്മാരാണ്, കാരണം ഭാരതീയരാണ്. ക്രിസ്ത്യന്മാരും തീയരാണ്, കാരണം ക്രിസ്തീയരാണ്. മുസ്ലിംസും തീയരാണ്, കാരണം മുഹമ്മദീയരാണ്. അങ്ങനെ എല്ലാവരും തീയന്മാരാണെന്നാണ് പറയുന്നത്. അപ്പൊ മനുഷ്യന്റെ ഓരോ അവസ്ഥയിലും നമ്മൾ നോക്കുമ്പോൾ ഭാരതീയത എന്ന ആ ഒരവസ്ഥ അത് ഒരു സമുദായത്തിലിരിക്കുമ്പോ, ഒരു സമുദായത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോ ഭാരതീയൻ അല്ലാണ്ടാവുന്നില്ല നമ്മള്. പലരും ചോദിക്കാറുണ്ട്, അടക്കം ചെയ്യാൻ വരുന്ന സമയത്തും ഈ ആക്ടിവിറ്റി തുടങ്ങുന്ന സമയത്തും ആദ്യമായിട്ട് ഒരു സ്വാമിയെ ശരണയ്യപ്പ എന്ന് പറയുന്നത് അല്ലെ? എന്താ കാരണം? ഉള്ളിന്റെ ഉള്ളിൽ ഭക്തിയുള്ളതുകൊണ്ടാണ്. ആ ഭക്തി എന്ന് പറയുന്നത് നമ്മുടെ ജാതിയുടെ മേലെ നിൽക്കുന്ന ഒരു തട്ടാണ്. കാരണം നായരെന്ന് പറയുമ്പോൾ ഹിന്ദു ആയാലേ നായരാകാൻ പറ്റുള്ളൂ. അപ്പൊ ഹിന്ദുത്വത്തെ ശരിക്കും അറിയണം, അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കണം. ആ ഈ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു വരാൻ ചെറിയ കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് അടുത്ത കാലത്തുള്ള പത്രങ്ങൾ വായിച്ചാൽ മനസ്സിലാവും. മലയാളം പഠിക്കാത്തവന് മലയാളത്തിന്റെ സംസ്കാരത്തെ കുറിച്ച് അറിയാൻ സാധിക്കില്ല. ആ മലയാളം വളരെ വിഷമം തോന്നി. അടുത്ത കാലത്ത് പിന്നെ ട്രേഡ് ഫെയറില് കേരള ഹാള്, കേരള പവലിയൻ, അസല് സെറ്റ് കൊണ്ടുകൊടുത്തിട്ടുള്ള നല്ല പെൺകുടിമാര് അവിടെ ആൾക്കാരെ റിസീവ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരെന്നോട് സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. ആലോചിക്കാം, ഡ്രസ്സൊക്കെ കണ്ടാൽ അസൽ എന്താ മലയാളിയാണ്, പക്ഷെ മലയാളം അറിയില്ല. മലയാളം കുറച്ചറിയാം. എങ്ങനെ? കുറച്ചിട്ടേ. എന്തിനാ ഇങ്ങനെ കുറച്ച് മലയാളം അറിയണേ? പൂർണ്ണമായിട്ടും മലയാളം അറിയാത്ത ഒരു മക്കളെ ഉണ്ടാക്കുന്ന മലയാളികൾക്ക് മലയാളി എന്ന് പേര് പറയാൻ പറ്റും, കൊലയാളി എന്നല്ലാതെ. അടുത്ത കാലത്ത് ഒരു മലയാളി പിന്നെ മയൂർ വിഹാർ ഫേസ് 3 താമസിക്കുന്ന ഒരാള് എന്റെ മകൻ ഏത് മദർ ടങ്ങുകാരനാണെന്നാണ് ചോദിച്ചത്. അതെന്തേ അങ്ങനെ സംശയം വന്നത്? അല്ല, ഞാൻ മലയാളിയാണ്, എന്റെ ഭാര്യ മലയാളിയാണ്, പക്ഷെ രണ്ടാളും വളർന്നതും ജനിച്ചതും ഒക്കെ യുപിയിലാണ്, ഇപ്പൊ ജീവിക്കുന്നത് ഡൽഹിയിലാണ്. അപ്പൊ ഏതാണ് എന്റെ മദർ ടങ്? അപ്പൊ ഞാൻ ചോദിച്ചു, അവര് മലയാളം പറയും, അത് കുറച്ചിട്ടാ പറയാം. ഞങ്ങൾ കുറച്ച് പറയണ്ട, അസുഖം മാറിയിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് 2-3 ആള് വാച്ച് നോക്കിയത്. ഇവിടെ ഇരിക്കണവര് നോക്കണ്ടാവും, എനിക്കറിയില്ല. എന്തുകൊണ്ടാണ് നിങ്ങൾ വാച്ച് നോക്കാണ്ട് എന്റെ മുമ്പിൽ ഇരുന്നതെന്നറിയോ? എന്താ കാരണം? നായന്മാരെ പറ്റിയാ പറയണത്, നമ്മളെ കുറിച്ചാ പറയണത്, നമ്മുടെ സ്വഭാവത്തെ കുറിച്ചാ പറയണത്, നമ്മുടെ പാരമ്പര്യത്തെ കുറിച്ചാ പറയണത്. ശശികുമാർ പറയുന്നത് കൊണ്ടല്ല, അത് ഏതൊരാൾ പറഞ്ഞാലും നമുക്ക് താല്പര്യമില്ലെങ്കിലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എവിടെയോ ഉണ്ടാവും ഈ തോന്നൽ. ആ തോന്നലുകൾ ഉള്ളിടത്തോളം കാലം, ആ തോന്നലുകൾ ആരുടെ മനസ്സിലൊക്കെ ഉണ്ടോ അവരെയൊക്കെ ഉണർത്തി പുറത്ത് കൊണ്ടുവരാൻ സാധിക്കണം ഒരു സമുദായത്തിന്റെ പ്രവർത്തകൻ. ഇവിടുത്തെ സമുദായത്തിൽ എത്ര ആൾക്കാരുണ്ടോ അവരെയൊക്കെ കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കണം, അവരെയൊക്കെ പങ്കെടുപ്പിക്കാൻ സാധിക്കണം. നിങ്ങളുടെ ഓരോ മക്കളെയും നിങ്ങളുടെ ആക്ടിവിസ്റ്റുകളായിട്ട് മാറ്റാൻ നിങ്ങൾക്ക് സാധിക്കണം. അവരോട് പറയണം, നായരാണെന്ന് പറഞ്ഞത് കൊണ്ടോ, നമ്പ്യാരാണെന്ന് പറഞ്ഞത് കൊണ്ടോ, കൈവളാണെന്ന് പറഞ്ഞത് കൊണ്ടോ, ചാരടിയാണെന്ന് പറഞ്ഞത് കൊണ്ടോ, എന്തോ ആവട്ടെ, ഏതെങ്കിലും ജാതികളായിട്ട്, നമ്പൂരിയാണെന്ന് പറഞ്ഞത് കൊണ്ടോ, ഈഴവനാണെന്ന് പറഞ്ഞത് കൊണ്ടോ ഒരു തെറ്റും തോന്നരുത്. അതിന് ഡയലൂഷൻസ് ഉണ്ടായാലും കുഴപ്പമില്ലെന്നാണ്. എന്റെ ഭാര്യ വാരസ്യരാണ്. ഭാര്യമാരുടെ സമുദായത്തില് ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഭാര്യരായാലും അവരെ ഭാര്യ സമുദായത്തിൽ ചേർക്കാവുന്ന തീരുമാനം. അതുകൊണ്ടൊരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നു. നായർ സമുദായത്തിന്റെ ഏറ്റവും വലിയ ദൂഷ്യം ഉണ്ടായിരുന്നത് സംബന്ധത്തിന് ബ്രാഹ്മണന്മാർ വന്നതുകൊണ്ട്. ഉണ്ടാക്കാൻ ഇവിടെ സാധിക്കണം. അല്ലെങ്കിൽ നമ്മൾ മന്നത്തിന്റെ ജയന്തി കൊണ്ടാടുന്ന സമയത്ത് അത് വെറും ചടങ്ങുകളാണ്. അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ള മെസ്സേജുകൾ നമ്മൾ പുറത്തേക്ക് എടുക്കാൻ തയ്യാറാണ്. ബുദ്ധി രാക്ഷസന്മാരായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുന്നറിയില്ല, കേരളത്തിന്റെ പേര് ഗോഡ്സ് ഓൺ കൺട്രി എന്നാണ് അല്ലെ?
എത്ര പേർക്കറിയാം ഗോഡ്സ് ഓൺ കൺട്രി എന്ന പേര് വരാൻ കാരണം എന്താണ് അറിയോ? എല്ലാ രാജ്യങ്ങളും ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു, എല്ലാ രാജ്യങ്ങളും മുസ്ലിംസ് പിടിച്ചെടുത്തു. ഒരു രാജ്യം ഒഴികെ, അതേതാണെന്നറിയോ? കേരളം. പഴശ്ശിരാജ മലബാർ മുതല്, വേലുത്തമ്പി തളവ ഈ ഭാഗം മുതല്, ട്രാവൻകൂർ രാജാവ്, നമ്മുടെ വർമ്മ അടക്കം രാജരാജവർമ്മയുടെ തറവാട്ടുകാര് ആദ്യം ചെയ്തത് എന്താണെന്നറിയോ? എന്റെ രാജ്യം പത്മനാഭസ്വാമിക്ക് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ആർക്കാ എഴുതി കൊടുത്തത്? രാജ്യം പത്മനാഭസ്വാമിക്ക് എഴുതി കൊടുത്തു. എന്നിട്ട് ആരായി രാജാവ്? രാജാവെന്ന പേര് എടുത്തു കളഞ്ഞു. ഞാൻ പത്മനാഭദാസൻ എന്ന പേര്, അല്ലെ? രാജാക്കന്മാരെ പത്മനാഭദാസൻ എന്നറിയപ്പെടുക. എന്താ കാരണം? രാജാവ് ആരാണെന്ന് ചോദിച്ചാൽ ആരാ? ഭഗവാൻ വിഷ്ണുവാണ്. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഉടമ്പടിയിൽ ഒപ്പിടണം. എന്ത്? രാജ്യഭാരം ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കാം. എനിക്ക് ഒപ്പിടാൻ അധികാരമില്ല കേട്ടോ, വിഷ്ണുവിനോട് ഭഗവാനോട് ചോദിച്ചോളാം. ഭഗവാൻ ഒപ്പിടാൻ അറിയോ? അറിയില്ല. ആരുടേതാ രാജ്യം? ഗോഡ്സ് ഓൺ കൺട്രി എന്ന് അങ്ങനെ ആ പേര് വന്നു. അങ്ങനെയാണ് കേരളത്തിന് ആരുടെ രാജ്യം എന്ന പേര് വന്നത്? ഭഗവാന്റെ രാജ്യം എന്നുള്ള പേര് വന്നു. പക്ഷെ ഇന്ന് ഭഗവാന്റെ രാജ്യം എന്താട്ടോ? വേണമെന്നും ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവുന്നു. കാരണം 2009 ഒക്ടോബറിൽ ഞാൻ ജോലിയിൽ നിന്നും വളണ്ടിയർ റിട്ടയർമെന്റ് എടുത്ത് പുറത്തു വരും. പൂർണ്ണമായിട്ടും സാമൂഹ്യ സേവനത്തിനും സോഷ്യൽ ആക്ടിവിറ്റീസിനും സ്പിരിച്വൽ ആക്ടിവിറ്റീസിനും വേണ്ടിയിട്ട് ജീവിക്കാൻ തീരുമാനിച്ചതാണ്. അതിനുള്ള ആവശ്യമുണ്ട് എന്നെനിക്കറിയാം. കാരണം ഏകദേശം 30,000-40,000 സയന്റിസ്റ്റുകൾ ഉണ്ടാവും എൻ്റെ അതേ ലെവലിൽ. നായന്മാരായിട്ടുള്ള സയന്റിസ്റ്റുകൾ ഏകദേശം ഒരു 10,000 ആൾക്കാരുണ്ടാവും. അവരെയൊന്നും നിങ്ങൾ വിളിക്കാതിരുന്നത് ഞാൻ വെറും സയന്റിസ്റ്റ് ആയിട്ടിരുന്നിട്ടല്ല, കുറച്ച് പുറത്ത് കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ്. അപ്പൊ അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കുറച്ചുകൂടി ഉന്മേഷത്തോടുകൂടി യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവരാൻ കുറച്ച് ആക്ടിവിറ്റി വേണമെന്ന് തോന്നിയിട്ടുള്ള ഒരാളാണ്. മന്നം ഏറ്റവും നല്ല സമയത്ത് അഡ്വക്കേറ്റ് ജോലി 10 വർഷം മാത്രം, അതിനു മുമ്പിൽ ടീച്ചറായിട്ട് 10 വർഷം ഇരുന്നു. 10 വർഷം മാത്രം ഇരുന്നിട്ട് 1927 ആ കാലഘട്ടത്തിൽ തന്നെ ഒരു മീറ്റിംഗില് അവിടുത്തെ പ്രസിഡന്റ് പറഞ്ഞു, പൂർണ്ണമായിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കാൻ ആരെങ്കിലും ഒക്കെ ഈ സമിതിയിൽ വേണം എന്ന് പറഞ്ഞ സമയത്ത് നന്ദി പ്രകാശിപ്പിക്കാൻ കേറി നിന്ന മന്നം പറഞ്ഞത്, ആരെങ്കിലും വേണമെന്ന് പറഞ്ഞത് വേറെ ആരെങ്കിലും ഒക്കെ സജസ്റ്റ് ചെയ്യാൻ മന്നത്തിന് സാധിക്കുമായിരുന്നു. അങ്ങനെ സജസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം സ്വന്തം ചെയ്യാൻ തയ്യാറാണ്. ആ ഒരു വിശ്വാസത്തില് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പൂർണ്ണ നമസ്കാരവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. എൻ്റെ കുറച്ച് ബുക്സ് ഉണ്ട്. അതിൽ നിത്യശ്ലോകങ്ങൾ ഒരു പുസ്തകമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്ക് ശേഷം വനിതാ കാര്യങ്ങളിൽ വേണമെങ്കിൽ അതിനെക്കുറിച്ച് കുറച്ച് സംസാരിക്കാം. നിത്യശ്ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റാൽ രാത്രി കിടക്കുന്നത് വരെ എന്തൊക്കെ ചെയ്യണം. ആ പുസ്തകം എൻ്റെ പുസ്തകം, എൻ്റെ കുറച്ച് പുസ്തകങ്ങളൊക്കെ ഉണ്ട്. അടുത്ത കാലത്ത് എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ലൈഫ് മെയ്ഡ് സിമ്പിൾ, ജീവിതം ലളിതവൽക്കരിക്കുക എന്നൊരു പുസ്തകം. അപ്പൊ അതിന്റെ കോപ്പികൾ അധികം ഞാൻ കൊണ്ടുവന്നില്ല. കാരണം ഞാൻ ചോദിച്ചിരുന്നു പുസ്തകം കൊണ്ടുവരട്ടെ, ഒന്നൊരു ആൻസർ ഉണ്ടായിരുന്നില്ല. അപ്പൊ ആൻസർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കൊണ്ടുവന്നില്ല. പക്ഷെ കുറച്ച് പുസ്തകം എൻ്റെ കയ്യിൽ എന്താക്കാവുന്ന പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് ആരെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ് എടുത്ത് വളണ്ടിയേഴ്സ് എടുത്തിട്ട് ആ പുസ്തകം ഒന്ന് കാണാം. കണ്ടിട്ട് താല്പര്യമുള്ളവരാണെന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് കുറച്ച് പുസ്തകം എത്തിക്കാം. അത് വളരെ ലളിതമായിട്ട് ആ കമ്മിറ്റിയിൽ വെച്ച് തീരുമാനിക്കുന്ന സമയത്ത് എന്നെ കുറിച്ച് ഒന്നും അറിയാത്ത, എന്നെ ഇതുവരെ കേൾക്കാത്ത, എൻ്റെ പ്രഭാഷണത്തെ കുറിച്ച് അറിയാത്ത ഒരു ധൈര്യം തന്നെയാട്ടോ ഈ ഒരു കാര്യത്തിലേക്ക് മുഖ്യ അതിഥിയായി എന്നെ വിളിച്ചത്. ആ ധൈര്യം കാണിക്കാൻ നായന്മാർക്ക് മാത്രമേ പറ്റുള്ളൂ. കാരണം ആകെയുള്ള ഒരു സ്വത്ത് എന്താ? ധൈര്യം. അപ്പൊ ആ ധൈര്യം കാണിച്ച യഥാർത്ഥ നായർ സ്വഭാവം കാണിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു പുതുവത്സര ആശംസയും ഈ 2009 വളരെ വളരെ ക്രിയേറ്റീവും പ്രൊഡക്റ്റീവും വിശിഷ്യ സന്തോഷപ്രദവുമാവട്ടെ. നല്ലൊരു കുടുംബം ഉണ്ടാവട്ടെ, നല്ലൊരു സമുദായ സംഭവങ്ങൾ നടക്കട്ടെ, ഇവിടെ കുറെ കൂടി ആക്ടിവിറ്റീസ് ഉണ്ടാവട്ടെ, ഇതൊരു തുടക്കമായിട്ട് മാറട്ടെ എന്ന് മാത്രം പ്രത്യാശിച്ചുകൊണ്ട് ഈ പ്രഭാഷണത്തിന് ഏറ്റവും വലിയ കാരണക്കാരൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളെയൊക്കെ കൂട്ടിച്ചേർക്കാൻ ഇങ്ങനെയൊക്കെ ഇരിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിട്ടുള്ളത് ഒറ്റൊരു വ്യക്തി കൊണ്ടാണ്, മന്നത്ത് പത്മനാഭൻ.
ആ തിരുമുമ്പില് ശിരസ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആത്മാവിന് മോക്ഷം കിട്ടിയിട്ടുണ്ടാവും. പുനർജന്മല്ല, മോക്ഷം കിട്ടിയിട്ടുണ്ടാവും. കാരണം എത്രയോ കാലം ഇത്തരം ആക്ടിവിറ്റികൾ കുറേ ജന്മം ചെയ്താൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആ മഹാദേവൻ നമ്മളെയൊക്കെ ആശീർവദിച്ചുകൊണ്ട് മോക്ഷം കിട്ടുക എന്ന് പറഞ്ഞാൽ ഭഗവൻ സന്നിധിയിൽ എത്തുക എന്നതാണ്, ഭഗവാനുമായിട്ട് യോജിക്കുക എന്നാണ്. അപ്പൊ ഭഗവാന് തുല്യനായിട്ട് മാറുക എന്നാണ് അർത്ഥം. അപ്പൊ അദ്ദേഹത്തിന്റെ ആശീർവാദവും അനുഗ്രഹവും ഒക്കെ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നലോടുകൂടി, ആശ്വാസത്തോടുകൂടി എല്ലാവർക്കും എന്റെ വിനീത നമസ്കാരം. പല പല കാര്യങ്ങൾ അദ്ദേഹത്തിൽ കൂടി നമുക്ക് പഠിക്കാൻ മനസ്സിലായി. അത് അദ്ദേഹത്തിന് വീണ്ടും വീണ്ടും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ഇന്ത്യ പോലീസ് Shanayyappa